നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ക്രിസ്മസ് പരീക്ഷയ്ക്ക് സെക്കൻഡ് ടൈമിൽ നിന്നും 5 or 6 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. വളരെ എളുപ്പത്തിൽ നേടാൻ പറ്റുന്ന ഒരു 20 മിനിറ്റ് കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അന്നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം, വളരെ ഷോർട്ട് വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആ വീഡിയോസിൻ്റെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് കഴിഞ്ഞാൽ ഫ്രീ നിങ്ങൾക്ക് ഫുൾ വീഡിയോസ് കാണാം. 45 മിനിറ്റ് കൊണ്ട് ഇത് ഫുള്ള് പഠിപ്പിക്കുന്നത് സിമ്പിളായിട്ട് അതിൻ്റെ ഫുള്ള് നോട്ട്സ് അതിനകത്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പർ 1 ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ പ്രോപ്പർട്ടീസ്. ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചറാണ്. അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ അതേ വെലോസിറ്റിയാണ്. ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് പഠിച്ചുകൊണ്ട് പോകണം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ പ്രോപ്പർട്ടീസ്. 2 ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് പ്രോപ്പർട്ടീസ് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സോഴ്സ് കൂടെ പഠിക്കുക. സോഴ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. സോഴ്സ് എന്ന് പറയുന്നത് ആക്സലറേറ്റഡ് ചാർജസ് അല്ലെങ്കിൽ ഓസിലേറ്റിംഗ് ചാർജസ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണേ. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും കണ്ടക്ഷൻ കറണ്ടും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യുക. IC is equal to ID. IC എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ കറണ്ടും ID എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. അടുത്തത് ഷുവർ ക്വസ്റ്റ്യൻ, ഉറപ്പിക്കാം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് നമുക്ക് 7 വേവ്സ് ഉണ്ട്. RMI VUX ഗാമ. ഞാനായിട്ടങ്ങ് ഷോർട്ടാക്കിയതാണ്, നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയാണ്. വേവ് ലെന്തിൻ്റെ അടിസ്ഥാനത്തിലോ ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിലോ നമ്മൾ ഈ വേവ്സിനെ തരംതിരിക്കുന്നതാണ്. RMI എന്ന് പറയുന്നത് റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, I എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ്, VUX എന്ന് പറയുന്നത് വിസിബിൾ, UV റേസ്, എക്സ് റേസ്, ഗാമ റേസ്. RMI VUX ഗാമ നമ്മുടെ നോട്ടിനകത്ത് കിടപ്പുണ്ട്. നിങ്ങൾ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പാണ്, അത് കാണാം. അന്നേരം ഈ വേവ്സിൻ്റെ പ്രോപ്പർട്ടീസും യൂസസും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഉറപ്പാണ്. പിന്നെ 5 മാർക്ക് വരെ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരൊറ്റ പ്രോബ്ലമേ ഉള്ളൂ ഈ ചാപ്റ്ററിനകത്ത്. ഇക്വേഷൻ ഫോർ എ ട്രാവലിംഗ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. EX is equal to E0 sin KZ minus omega t. BY is equal to B0 sin KZ minus omega t. ഇത് വെച്ചുള്ള പ്രോബ്ലം അതും മാഷിൻ്റെ ഈ പറഞ്ഞ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. ക്വസ്റ്റിനകത്ത് ഈസി ആയിട്ട് അതിൻ്റെ നോട്ട്സിനകത്ത് ചെയ്തിട്ടുമുണ്ട്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പോയാൽ ഒരു 20 മിനിറ്റ് മതി, അല്ലെങ്കിൽ മാക്സിമം അരമണിക്കൂർ കൂട്ടിക്കൂ. നിങ്ങൾക്ക് 6 മാർക്ക് ഉറപ്പിക്കരുതോ? അന്നേരം അടുത്ത വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്തോ. അടുത്ത കിടുകാച്ചി വീഡിയോ ആണ് നമ്മുടെ ഏറ്റവും വലിയ ചാപ്റ്റർ, റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ഇത് മാത്രം പഠിച്ചുകൊണ്ട് പോവുക. നെവർ എവർ ഗിവ് അപ്പ്.